ഡോക്ടർ പി കെ ഗോപൻ, ഈ രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത് വലിയ അപരാധമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാങ്കേതികത നമ്മുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് ഡോക്ടർ പി കെ ഗോപൻ, CPM, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഞങ്ങൾ കൊല്ലത്തുകാരുടെ അഭിമാനമായ നമ്മുടെ പ്രൊഫസർ വി സാംബശിവൻ സാറ് പണ്ട് കഥാപ്രസംഗം പറയുമ്പോൾ അവതരിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു തുള്ളൽകാരൻ, അതായത് ഈ കാര്യങ്ങളൊക്കെ നോക്കി വിശദീകരിക്കുന്ന വെളിച്ചപ്പാട്, അദ്ദേഹം തുള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ ചെന്നിട്ട്, സ്വാമി ഒരു വിവരം അറിയാനുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. അപ്പോൾ ഈ തുള്ളൽ വെളിച്ചപ്പാട് ചോദിക്കും, എന്താ കാര്യം പറഞ്ഞോളൂ. അത് അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയെ വെടിവെച്ച് കൊന്ന ആളിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ? അപ്പോൾ അയാൾ പറയും, ഉണ്ണികളെ വലയ്ക്കുന്ന ചോദ്യമൊന്നും ചോദിക്കരുത്. സാംബശിവൻ സാറിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമായിരുന്നു അത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരു 4 കാര്യം ഞാൻ പറയാം, ചുരുക്കി പറയാം. ഒന്ന് PM ശ്രീ. അവർ PM ശ്രീയുമായി ബന്ധപ്പെട്ടാണ് ഡീലുമായി കണക്ട് ചെയ്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്നലത്തെ ഒരു ചാനൽ ചർച്ചയിലും ഞാൻ ചോദിച്ചു, PM ശ്രീ ഒപ്പിട്ട ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ ഗവൺമെൻറ് ഏത്? അതിനവർ മറുപടി പറയുന്നില്ല. അപ്പോൾ കേരളത്തിൽ PM ശ്രീ ഒപ്പിട്ടതാണ് ഡീൽ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് PM ശ്രീ ഒപ്പിട്ടപ്പോൾ BJPയുമായിട്ട് എങ്ങനെയായിരുന്നു ഡീൽ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അവർ കുറേ ബഹളം ഉണ്ടാക്കി, അതിന് മറുപടി പറയാതെ പോവുകയാണ്. രണ്ടാമത്, ഞാൻ ഈ ചാനൽ ചർച്ചകൾ, ഞാനെന്നുള്ളതല്ല, കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്നൊരു പ്രശ്നമാണ്, നമ്മൾ അവതരിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണാൻ പോയ ആൻ്റോ ആൻ്റണി, അടൂർ പ്രകാശിനോടൊപ്പം അവർ 3 പേരുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും. ഇവർക്ക് സാങ്ഷൻ വാങ്ങിച്ചു കൊടുത്തത് ആരാണ്? പോയ ദിവസം എന്താണ്? കൊടുത്ത സമ്മാന പൊതിയിൽ എന്തായിരുന്നു? കെട്ടിക്കൊടുത്തത് എന്തായിരുന്നു? ഇതാണ് അതിനകത്തെ ചോദ്യം. മറുപടി പറയത്തില്ല. തല്ലി കൊന്നാലും മറുപടി പറയത്തില്ല. മൂന്നാമത്, നമ്മൾ ഈ അടുത്ത സമയത്ത് ഉയർന്നു വന്ന ക്വസ്റ്റ്യൻ ആണല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി അത് ഉയർത്തിയപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി. MS ഗോൾവൽക്കറിൻ്റെ 2ാം സർ സംഘചാലക്, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തിയിരുന്നോ? ആ ചടങ്ങ് എന്തായിരുന്നു? മറുപടി പറയത്തില്ല. 4ാമത്തെ ക്വസ്റ്റ്യനാണ്, മാസങ്ങളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശ്രീ KC വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് രാജിവെച്ചിട്ട് കേരളത്തിൽ വന്ന് മത്സരിച്ചു. അപ്പോൾ രാജ്യസഭാ സീറ്റ് അവിടെ രാജിവെച്ചാൽ ഉറപ്പായിട്ടും അത് BJPക്ക് കിട്ടും, അവിടുത്തെ വോട്ടിംഗ് നില വെച്ചിട്ട്. അത് KC വേണുഗോപാലിന് അറിയാത്തതല്ല. അപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ വിശദീകരിക്കണ്ടല്ലോ. ഇത്രയും കാര്യങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ചോദിച്ചാലും കഠിനമായ ഭാഷയിൽ ചോദിച്ചാലും പരിഹസിച്ച് ചോദിച്ചാലും പ്രകോപിതരായി ചോദിച്ചാലും അവർ മറുപടി പറയത്തില്ല. അങ്ങനെ മറുപടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഡോക്ടർ ലാല് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതിന് പകരം പറയുന്നത് B ഗോപാലകൃഷ്ണനെതിരെ കേസ് കൊടുത്തതാരെന്നുള്ളതാണ്. B ഗോപാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ദിവസം, അന്നത്തെ ദിവസം ഞാൻ 2 ചാനലിലോ മറ്റോ പങ്കെടുത്തതാണ്. കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും അതിശക്തമായിട്ട് അതിനെ അപലപിക്കുക മാത്രമല്ല, B ഗോപാലകൃഷ്ണൻ്റെ അത്തരം പ്രയോഗങ്ങൾ വളരെ ശക്തമായി നമ്മൾ നേരിടുകയും ചെയ്തു. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിനേക്കാൾ ഭീകരമായി DK ശിവകുമാർ ഗണഗീതം പാടിയത് എന്തിനാണ്? കർണാടകത്തിലെ കോൺഗ്രസ് നേതാവ്, അവിടുത്തെ ഉപമുഖ്യമന്ത്രി, അവിടെ ഒരു MLA RSSന്റെ ജാഥയെ സ്വീകരിച്ചത് എന്തിനാണ്? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. മാത്രമല്ല, രാജ്യസഭയിൽ സിംഗിൾ മെജോറിറ്റി ഇല്ല കോൺഗ്രസിന്, BJPക്ക്. അതുകൂടെ കിട്ടിയാലാണ് അവർക്ക് ഭരണഘടനയിൽ കൈവെക്കാൻ പറ്റുന്നത്. ആ സിംഗിൾ മെജോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 11 കോൺഗ്രസ് MLAമാർ അവരെ സഹായിച്ചു. എന്ത് നിലപാടാണ് ആ കോൺഗ്രസ് MLAമാരുടെ പേരിൽ സ്വീകരിച്ചത്? അവരെ നടപടിയെടുത്തോ? പുറത്താക്കിയോ? അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിച്ച്, കൈപ്പത്തിയിൽ വോട്ട് വാങ്ങിച്ച് ജയിച്ചു വന്നിട്ട് MLAമാർ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്ഥിരം പറയുന്നതാണ് 7 മുഖ്യമന്ത്രിമാർ, 10-15 PCC പ്രസിഡന്റുമാർ, 100 കണക്കിന് MLAമാർ, MP മാർ. ഏറ്റവും അവസാനം കേരളത്തിൽ തന്നെ എടുത്തു പറയാൻ കഴിയാവുന്ന, ഞാൻ സമയമുണ്ടെങ്കിൽ ഓടി ചെയ്യാമെന്ന് പറയാം, അതുകൊണ്ട് 14 കോൺഗ്രസ് നേതാക്കന്മാർ
BJP-യുടെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ NDA മുന്നണിയിലോ മത്സരിക്കുക. ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാറിയവരുടെ കാര്യം ഞാൻ പറയുന്നത്. അതിനകത്ത് 1-2 പേരേ ഉള്ളൂ കുറച്ച് നേരത്തെ മാറിയത്. പത്മജ തൃശൂർ, മേജർ രവി ഒറ്റപ്പാലം, അഖിൽ മാരാർ തൃക്കാക്കര, B ഗോപകുമാർ ചാത്തന്നൂർ, പ്രണേഷ് ചിറ്റൂർ, വത്സല പരവൂർ, MJ ജോബ് അമ്പലപ്പുഴ, പന്തളം പ്രതാപൻ അടൂർ, RS അരുൺ രാജ് ചടയമംഗലം, C രഘുനാഥ് കണ്ണൂർ, RS അനൂപ് ചിറയൻകീഴ്, ബാബു ദിവാകരൻ കുന്നത്തുനാട്, വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ, R രശ്മി കൊട്ടാരക്കര. ഈ ലിസ്റ്റ് മുഴുവൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ചർച്ച സമയം വല്ലാതെ കടന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവസാനിക്കില്ല. അതെ, ഇത്രയും പേര് ഇപ്പൊ NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുക. ഒരു വാചകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ഡോക്ടർ സമയമില്ലാത്തതുകൊണ്ട്. കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രത്യയശാസ്ത്രപരമായ ചർച്ച, രാഷ്ട്രീയമായ ചർച്ച, മൃദു ഹിന്ദുത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ചർച്ചയാണ്. വാർഡ് തലം മുതൽ AICC വരെ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പൊളിറ്റിക്സ്, അവരുടെ രാഷ്ട്രീയം അവർക്ക് ഉപേക്ഷിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് എത്തപ്പെടാവുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല BJP ആയിട്ട് മാറുന്നത് എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യനാണ് അവർ ഉത്തരം കണ്ടെത്തേണ്ടത്.